ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത്, ദൈവമേ എന്നെ കൈവിട്ടതെന്ത് എന്ന് യേശു പറഞ്ഞത് എന്തുകൊണ്ട്? ഈ വിഷയമാണ് ഇപ്പോൾ വിശദീകരിക്കാൻ പോകുന്നത്. അതിന് എഴുതിയുണ്ടാക്കിയിരിക്കുന്നതായിട്ടുള്ള ഒരു വിശദീകരണമാണ് ഈ കാണിച്ചിരിക്കുന്നത്. യേശുവിന് ദൈവത്തിന്റെ ആത്മാവാണ് ഉള്ളത്, അതായത് പരിശുദ്ധാത്മാവ്. മനുഷ്യനുള്ളത് പോലെയല്ല. മനുഷ്യനുള്ള ആത്മാവ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു ഭാഗമല്ല, പക്ഷെ ദൈവം തന്ന ആത്മാവ് തന്നെയാണത്. പിതാവ് പ്ലസ് പുത്രൻ പ്ലസ് പരിശുദ്ധാത്മാവ് ഈക്വൽ ടു ത്രിയേക ദൈവം. അത് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഇതാണ്. പിതാവ് യഹോവ, പുത്രൻ യേശു, പരിശുദ്ധാത്മാവ്. അതായത് പിതാവിന്റെ ഭാഗങ്ങളാണ് പുത്രനും പരിശുദ്ധാത്മാവും. ദേഹിയാണ് സോൾ എന്ന് പറയുന്നത്. ഇത് ബോഡി. ഈ ബോഡി യേശുക്രിസ്തുവിന്റെ ബോഡിയും നമ്മളുടെയൊക്കെ ബോഡിയും ഒരേപോലത്തെ ജഡശരീരമാണ്. സോൾ എന്ന് പറയുന്നത് നമുക്കുള്ളത് ദൈവത്തിന്റെ ആത്മാവിനെ തന്നിരിക്കുന്നതല്ല, പക്ഷേ ദൈവം തന്നെ തന്ന ഒരു ആത്മാവാണത്. ദൈവത്തിന്റെ തന്നെ ആത്മാവിനെ നമുക്ക് തരും. ഒരു മനുഷ്യനില് ദേഹവും ദേഹിയും ആത്മാവും ഒരുമിച്ചുണ്ടാവും. നമ്മുടെ ആത്മാവും യേശുവിന്റെ ആത്മാവും തമ്മിലുള്ള വ്യത്യാസം അതാണ്. എന്നാൽ യേശുവിന് നമ്മെ പോലെ എല്ലാ ബലഹീനതകളും ഉള്ള മനുഷ്യന്റെ ശരീരം ആയിരുന്നു ഉണ്ടായിരുന്നത്, നേരത്തെ പറഞ്ഞ പോലെ. എങ്കിലും അവിടുന്ന് യാതൊരു പാപവും ചെയ്തിട്ടില്ല. യേശുവിന്റെ മരണത്തിന് തൊട്ടു മുമ്പ് അവിടുന്ന് ഗെത്ശമന തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് പിതാവിനോട്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ എന്ന് പ്രാർത്ഥിച്ച ഉടനെ തന്നെ എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നടക്കണമെന്ന് പ്രാർത്ഥിച്ചതായി മത്തായി 26:39 എഴുതിയിരിക്കുന്നു. പിന്നെ അവൻ അല്പം മുമ്പോട്ട് ചെന്ന് കവനോട്, പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമെങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയല്ല നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം കുരിശിൽ കിടന്നുകൊണ്ട് യേശു എന്നെ കൈവിട്ടതെന്ത് എന്ന് പിതാവിനോട് ചോദിക്കുന്നതായി മത്തായി 27:46 എഴുതിയിരിക്കുന്നു. ഏകദേശം 9 മണി നേരത്ത് യേശു ഏലി ഏലി ലമ്മ ശബ്ദാനി എന്ന് ഉറക്കെ നിലവിളിച്ചു, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്തെന്നർത്ഥം. എല്ലാം അറിയുന്ന യേശു എന്തുകൊണ്ടാണ് മേൽപ്പറഞ്ഞ പോലെ ക്രൂശിൽ കിടന്നുകൊണ്ട് എന്നെ കൈവിട്ടതെന്ത് എന്ന് പ്രാർത്ഥിച്ചതെന്ന ഒരു ചോദ്യമുണ്ട്. കുരിശിൽ കിടക്കുന്ന സമയം പീഡനങ്ങളുടെ കാഠിന്യം സഹിക്കവയ്യാതായപ്പോൾ പിന്നെയും പിതാവിനോട് യേശു നിലവിളിക്കുകയാണ്. രണ്ടാം പ്രാവശ്യവും മത്തായി 27:50 പറഞ്ഞ പോലെ നിലവിളിക്കുമ്പോൾ പിതാവ് യേശുവിനെ മരിക്കാൻ അനുവദിക്കുകയാണ്. അതോടെ കഷ്ടം തീരുകയും ചെയ്യുന്നു. യേശു പിന്നെ ഉറക്കെ നിലവിളിച്ചു, പ്രാണനെ വിട്ടു. അതായത് സെക്കൻഡ് ടൈം നിലവിളിച്ചപ്പോൾ പ്രാണനെ വിടാനായിട്ട് ദൈവം ഇടവരുത്തുകയും ചെയ്തു. അപ്പോൾ കഷ്ടം തീരുകയും ചെയ്തു. കഠിന വേദനയിൽ യാതൊരു വൈദ്യനും രക്ഷിക്കാൻ കഴിയാതെ രോഗക്കിടക്കയിലായിരിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടാൽ ആ മനുഷ്യൻ മരിക്കുന്നതായിരുന്നു നല്ലത് എന്ന് പലരും പറയാറുണ്ട്. ഇങ്ങനെയുള്ള വ്യക്തികൾ മരിക്കുന്നതാണ് നല്ലതെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. ജീവിക്കണമെന്ന് ആഗ്രഹമില്ല, വേഗം മരിച്ചാൽ മതി എന്ന് തോന്നും. അതുകൊണ്ട് അവരങ്ങനെ പ്രാർത്ഥിക്കും. ഇത് തന്നെയാണ് യേശുവും ക്രൂശിൽ കിടക്കുമ്പോൾ ആഗ്രഹിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ടാണല്ലോ പിതാവ് മരിക്കാൻ സമ്മതിച്ചത്. സങ്കീർത്തനം 22:1 യേശുക്രിസ്തുവിന്റെ ഈ നിലവിളിയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഈ പ്രവചനത്തിന്റെ നിവൃത്തി കൂടെയാണ് യേശുവിന്റെ ഈ വിലാപം. അത് വായിക്കാം. എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? എന്നെ രക്ഷിക്കാതെയും എൻ്റെ ഞരക്കത്തിൻ്റെ വാക്കുകൾ കേൾക്കാതെയും അകന്നു നിൽക്കുന്നതെന്ത്? അതായത് ഈ ഒരു പ്രവചനത്തിൻ്റെ നിവൃത്തിയാണ് ഇത് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. യേശു പലപ്പോഴും പറയാറുണ്ട് പ്രവചനത്തിൻ്റെ നിവൃത്തിക്ക് ആയിട്ട് ഇങ്ങനെ സംഭവിച്ചു. അത് തന്നെയാണ് ഈ എഴുതിയിരിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്.